അതിന് സപ്പോർട്ട് കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി വളർന്ന് തരം താണു പോയി എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇവര് ഇനി ഏത് തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ സമരങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്ത് പോയാൽ പോലും ഇനിയും രക്ഷപ്പെട്ടു വരുന്ന ഒരു ഘട്ടം കാണാൻ നമുക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥ, ഇത് അനിവാര്യമായിട്ടുള്ള ഈ ഒരു സംഭവം നശിച്ചു പോകേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവര് പണ്ട് മുതലേ ചെയ്തിട്ടുള്ള സംഗതികളും രാജ്യത്തിനെ ഏതൊക്കെ തരത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. ഇനി ഇത് വരാതിരിക്കട്ടെ. ഇവർക്ക് എന്താ പറയുന്നേ, ഒരു നല്ല അന്ത്യം ആശംസിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവര് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഒരു ദേശദ്രോഹ പ്രവർത്തനമായിട്ട് ഈ ഒരു സംഭവം മാറട്ടെ. കാരണം നമ്മൾ കണ്ടാണ്, കൃത്യമായിട്ട് അവിടെ പോവുകയും അയാള് അതിന് സപ്പോർട്ട് പറയുകയും അവരുടെ പല കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാവെന്ന് ഇത് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും ഇവരുടെ ഏത് കാര്യങ്ങളാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത് പ്രായോഗിക തലത്തിൽ എന്നും കൂടി നോക്കണം. ഒരു സംഭവങ്ങളും പ്രായോഗിക തലത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിൽ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇവരൊരു സമായം ഉണ്ടാക്കി വെച്ചിരുന്നതാണെന്ന് മനസ്സിലാക്കണം. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു സപ്പോർട്ട്, ഇപ്പോഴത്തെ ഈ ഖാലിസ്ഥാൻ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു കർഷക സമരം, ഇതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഇവരുടെ അന്ത്യമായിരിക്കും ശരിക്കും നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ പഠിച്ചു തുടങ്ങിയതും പഠിച്ചു വന്നതും വിദ്യാഭ്യാസം നേടിയതും കേരളത്തിലെ പോലെയുള്ള വിദ്യാഭ്യാസം നേടലോ ഭൗതികത നേടലോ ആയിരുന്നില്ല എന്നാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. Well, UP has already become Congress Mukta Bharat. Rai Bareli Sonia Gandhi has moved out. She has gone to Rajasthan for Rajya Sabha. ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ ഗതികേടെന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചു വാങ്ങിച്ചാണ്. കാരണം എന്ന് വെച്ചാല് ഈ മമതയാവട്ടെ ശരത് പവാർ ആവട്ടെ പല ആൾക്കാരെയും ഇവര് തന്നെ പുറത്താക്കിയാണ്. ഈ 4 ഇന്ന് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ പറ്റുന്ന നേതാക്കന്മാരെ എല്ലാം പുറത്താക്കിയിട്ട് ഇപ്പൊ അവരുടെ പുറകെ സഖ്യം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗതികേടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഈ ഈ നേരത്തെ സംസാരിച്ച സ്കൂളിൽ ഗണപതി പൂജ നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട മാനേജർ എന്ന് പറഞ്ഞാൽ അയാളൊരു കോൺഗ്രസ് അനുഭാവിയാണ്. എം ടി രമേശ് പറഞ്ഞിട്ടുള്ളത് അയാളൊരു കോൺഗ്രസ് അനുഭാവിയാണ്. അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എതിർഭാഗത്ത് സഖാപ്പികളാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കോൺഗ്രസ് അയാളെ സഹായിക്കാനുണ്ടാവില്ല. ഈ ചെയ്ത തെറ്റാണെന്ന് പറയാൻ ഇവിടുത്തെ ഗുസ്തിക്കാരൻ സുധാകരനോ ബുദ്ധിമാനായ സതീശനോ ധൈര്യമുണ്ടോ? ഇല്ലല്ലോ, പറയില്ല. അതാണ് കോൺഗ്രസ്സുകാരൻ. ഈ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ഗതികെട്ടവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ. അത്രയേ ഉള്ളൂ. നമ്മുടെ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് സംസാരിച്ച് കൃത്യമായിട്ട് ഒരു സമവായം രണ്ട് സംസ്ഥാനവും യൂണിയനും തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു പരാമർശത്തോടുകൂടി ഈ സംഭവം വന്നതായി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇതേ സംഗതി തന്നെ ഇവരുടെ ചുവട് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കർണാടക ഇറങ്ങിയിരിക്കുന്നത്. കർണാടകയുടെ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി 2ാം സ്ഥാനം GSTയിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. ലാസ്റ്റ് വന്ന UP കോൺഗ്രസ് ഗവൺമെന്റ് കുറെ അധികം
താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള സംസ്ഥാനത്തിന് ഒരിക്കലും ബെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറേയധികം ഫ്രീബീസ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ സാമ്പത്തിക നിലയാകെ തകർത്തു തരിപ്പണമാക്കി വെച്ചു. എന്നിട്ട് ഇവരുടെ ഒപ്പം കേരള സംസ്ഥാനത്തിനൊപ്പം കൂടിക്കൊണ്ട് ഞങ്ങൾക്കും ഒന്നും തരുന്നില്ലേ ഞങ്ങൾക്കും ഒന്നും തരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കർണാടക ഇപ്പൊ കാണുന്നത്. കർണാടക ശരിക്കും 1,51,309 കോടി രൂപയാണ് കർണാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2015-2020 കാലഘട്ടത്തിൽ മൊത്തത്തിൽ കിട്ടിയത്. ഒരു മിനിറ്റേ, ഞാൻ വരുന്നേ. രമേശ് പറഞ്ഞ ആ കാര്യം, കർണാടകയിൽ ഇവിടെ കൊടുക്കുന്ന ഫ്രീ ബീസ്, അതായത് ഞാൻ ബാംഗ്ലൂരിലാണ് താമസം. അപ്പൊ എൻ്റെ ഇവിടുത്തെ ഇവരുടെ ഉജ്ജ്വല സ്കീമുണ്ട്. അതും പ്രകാരം വൈദ്യുതി ഫ്രീ ആണ്. എനിക്ക് ബില്ല് വരുന്നുണ്ട് 0 എമൗണ്ട് ആയിട്ട് മാസം മാസം. പക്ഷെ എനിക്ക് അത് വളരെ കുറ്റബോധത്തോടെയാണ് ഞാൻ എനിക്കത് കിട്ടണത്. അതായത് എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് വൈദ്യുതി അടയ്ക്കാൻ, എനിക്ക് വൈദ്യുതി ബില്ല് അടയ്ക്കാൻ ഒരു മാസം 1000 രൂപയോളം എനിക്ക് അടയ്ക്കാൻ പറ്റാഞ്ഞിട്ടാണോ? എനിക്ക് പറ്റും. ഇവിടെ അങ്ങനെയുള്ള എല്ലാ ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും പറ്റും. ഇവരെന്തിന് ഇത് ഫ്രീ കൊടുത്ത് സ്വന്തം ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക നില ഇവരെന്തിനാ താറുമാറാക്കണു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ തമ്മിൽ പറയാറ്. നമുക്ക് നമുക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിച്ചു കൂട്ടാനാണ്. നമുക്ക് അതിനുള്ള ബില്ല് വന്നാൽ നമ്മൾ അത് പേയ്മെന്റ് ചെയ്യും നമ്മള്. പക്ഷെ എന്തിനു ഇവരിങ്ങനെ ഫ്രീ കൊടുക്കണം എല്ലാവർക്കും? അവ സ്വന്തം കാല് മഴ വെച്ച് വെട്ടണ ഇതിലാണ് ഇവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നടക്കട്ടെ. ഉം. രമ്യാജി തിരിച്ചു വരാന്നല്ലേ പറഞ്ഞ? ആ ജസ്റ്റ് ഞാനത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം പറഞ്ഞത് 2015-2020 കാലഘട്ടത്തിൽ 1,51,309 കോടി രൂപ അവരുടെ റവന്യൂ ഡെഫിസിറ്റ് ഫണ്ടായിട്ടോ ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മുതൽ 24 വരെയുള്ള ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് 1,29,854 കോടി രൂപ ജസ്റ്റ് 2015 2020 വരെയുള്ളതാണ് പറഞ്ഞു 1,50,000. ഇപ്പൊ തന്നെ 20 മുതൽ 24 വരെയും, കാരണം നല്ല വരുമാനമുള്ള സ്റ്റേറ്റ് ആണ്, GST കോൺട്രിബ്യൂഷൻ ഒക്കെ അവർക്ക് വളരെ കൂടുതലാണ്. അവർക്ക് ആ എമൗണ്ട് റിസീവ് ആകുന്നത് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. 20 മുതൽ 24 വരെയുള്ള 3 വർഷക്കാലം, 24 കംപ്ലീറ്റ് ആവുന്നതിരുന്നു, 3 വർഷക്കാലം തന്നെ അവർക്ക് ഈ 15 മുതൽ 20 വരെയുള്ള 5 വർഷക്കാലം കിട്ടിയതിന്റെ ഏകദേശം അടുത്ത ഒരു എമൗണ്ട് തന്നെ അവര് നേടിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന ഈ ഇൻട്രീം ബജറ്റ് പ്രകാരം, നമ്മുടെ ഈ ലാസ്റ്റ് ഇൻട്രീം ബജറ്റ് പ്രകാരം അവർക്ക് 44,485 കോടി രൂപ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഈ ഒരു നമ്മുടെ കേരള സംസ്ഥാനം പോയ ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വക
കണക്കുകളെല്ലാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 20-25 കാലഘട്ടത്തിൽ ഇവർക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നതും 1,74,339 കോടിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു വൻ എമൗണ്ടിന്റെ ഡിഫറൻസ് മൊത്തത്തിൽ നിൽക്കുമ്പോഴും ഇത് കാണിക്കുമ്പോഴുമാണ് ആവശ്യമില്ലാത്ത കുറേ അധികം എന്താ പറയുന്നേ ഈ എന്തുവാ ഫ്രീവീസ് ഒക്കെ കൊടുത്തിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഈ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആ സംസ്ഥാനത്തിനെ ഒരു നാശോന്മുഖമായ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേരളത്തിനൊപ്പം ചേർന്നിട്ട്. ഏഹ് അപ്പം ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്നിപ്പം സംസ്ഥാനങ്ങൾക്കാണെങ്കിലും ഇത്രയൊക്കെ ഈ തരത്തിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ആള് ശരിക്കും ഈ ഒരു നേതൃത്വം ഈ ഒരു പാർട്ടിക്ക് ഇന്നിപ്പം നമ്മുടെ രാജ്യത്തിനെ അങ്ങോട്ട് കൊടുത്താൽ അവർ ഏത് തരത്തിലാണ് അതിനെ രക്ഷപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇവർ അതിനെ എന്തോ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇതാണല്ലോ ജോഡോ യാത്ര, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവര് ഇതിനെ ചോടോ ആക്കി വെക്കാൻ സാധിക്കും ഇവർക്ക്. ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇതാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്നിപ്പം ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പരിതാപകരമായ അവസ്ഥ. ഈ പാർട്ടിയെ വിശ്വസിച്ച് കേരളത്തിൽ നിന്ന് ഈ പ്രാവശ്യവും കൃത്യമായി വോട്ട് ചെയ്യാനിരിക്കുന്നവരും കേരളത്തിൽ നിന്നും ഇപ്രാവശ്യവും കൃത്യമായി ഇവർക്ക് തന്നെ വോട്ട് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ഇവര് ജയിച്ചു വരുമെന്നും നോക്കിയിരുന്നു അടുത്ത പ്രാവശ്യം എന്തുവാ ഒരു ഒരു സാധ്യതയില്ല എന്നിട്ട് പോലും ആത്മവിശ്വാസത്തോടു കൂടി ഇവർ പറയുകയാണ് അടുത്ത പ്രാവശ്യം ചവറ്റുകുട്ടയിലാണ് എന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് വരുന്നത്. എന്തായാലും അല്പമെങ്കിലും മാനസിക ബോധമുള്ള ആൾക്കാർക്ക് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയെ മനസ്സിലാക്കുകയും ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന്, നിങ്ങൾ ആരോടൊപ്പം വേണം നിൽക്കാനുള്ളതെന്നും നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളും മറ്റുള്ള പ്രദേശങ്ങളും മുഴുവനും രാജ്യത്തോടൊപ്പം മോദി ഗവൺമെന്റിനോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കും വല്ലതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പോകാൻ താല്പര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇപ്പം മറ്റേ ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, മറ്റേ എന്താ പറയാ, പിന്നെ സർവേകളും മറ്റു സാധനങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ. BJP പ്രാവശ്യം അക്കൗണ്ട് തുറക്കില്ല, തമിഴ്നാട്ടിലും കേരളത്തിലും BJPക്ക് സീറ്റ് കിട്ടില്ല. പക്ഷെ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് ചോദിക്കരുത്, അത് ചോദിച്ചാൽ BJP ആണ് കേട്ടോ. അതിന് വേറെ ചോദ്യമൊന്നുമില്ല. പക്ഷെ പിന്നെ കേരളത്തില് ഇത് കിട്ടില്ല കേട്ടോ. അതാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലും BJP അക്കൗണ്ട് തുറക്കും, പ്രാവശ്യം തമിഴ്നാട്ടിലും BJP അക്കൗണ്ട് തുറക്കും. നോക്കിക്കോളൂ, ഈ പ്രാവശ്യം ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. കുറച്ചെങ്കിലും ആൾക്കാർക്ക് വിവരം വെച്ച് മാറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പം തന്നെ കേരളത്തില് സബ്സിഡി കുറയ്ക്കുക, ഏതാണ്ട് 35% നോക്കുക. അപ്പൊ 15ഓളം സാധനങ്ങൾക്ക് വിലക്കയറ്റം. ഒന്നാലോചിച്ച്, വിലക്കയറ്റം ഈ 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഒരു ഗവൺമെന്റ് നമുക്ക് തരുന്ന സമ്മാനമാണ്. വാങ്ങിച്ചു വെച്ചോ, വോട്ട് വാങ്ങിച്ചു വെച്ചോ. അച്ഛനും മോൾക്കും മാസപ്പടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. കഷ്ടപ്പെട്ട് പോകുന്നതും കിട്ടാനില്ലാതെ പോകുന്നതും നിങ്ങളെ പോലെയുള്ളവർക്കാണ് എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നെന്ന് മാത്രമേ പറയാൻ. സൗണ്ട് പോയല്ലോ. ജിനീഷ് എന്തെങ്കിലും സംസാരിക്കണ്ടോ?
ഞാൻ ട്രെയിനിലാണ്, അപ്പൊ റേഞ്ച് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വരാം. സതീഷ് ജി സംസാരിക്കണ്ടോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിലാണ്, വൈകി വളരെ. 5 മിനിറ്റ്. ഇപ്പൊ 23-ാം തീയതിയാണ് ആർട്ടിക്കിൾ 370 വരുന്നത്. അപ്പൊ നിങ്ങളുടെ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള തിയേറ്ററുകളിൽ, നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതിന്റെ ട്രെയിലർ വളരെ ട്രെൻഡിങ് ആണ്. രമേശ് കണ്ടായിരുന്നോ അതിന്റെ ട്രെയിലർ? അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ഞാനതിന്റെ കുറച്ച് ഭാഗം ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, എന്നാൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പടം. പക്ഷെ എന്നത്തേക്ക് ഞാൻ റിലീസ് ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് സത്യം പറഞ്ഞാൽ. എല്ലാരും, എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. ആരും റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ഇപ്പൊ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ഒരിക്കലും പിന്നത്തേക്ക് അല്ലെങ്കിൽ പിന്നെ വെക്കാൻ പോലീസുകാരെ പേടിച്ച് എന്ന രീതിയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കരുത്. എല്ലാവരും കൃത്യമായി വീട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആ അവസരത്തിൽ തന്നെ ഹെൽമെറ്റ് വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഫാൾട്ട് കൊണ്ടൊന്നും ആവത്തില്ല നമ്മളെ ഒരു വണ്ടി വന്നിടിക്കാൻ പോകുന്നത്. അവരുടെ ഒരു അശ്രദ്ധക്കുറവും കൊണ്ട് അവിടെ ആവാം. ഇന്നലെ എനിക്ക് സംഭവിച്ചതാണ്. വണ്ടി നിർത്തിയതാണ്. ഒരു സ്ലോപ്പ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ആള് വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഞാന് വളരെ സ്ലോയിലാണ് ഞാൻ കയറിയതും. കാരണം അദ്ദേഹം വണ്ടി നിർത്തിയപ്പോ എനിക്കങ്ങ് പോകാമല്ലോ എന്ന് കരുതി ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കുകയും തൊട്ടടുത്ത നിമിഷം ആ പുള്ളിക്കാരൻ വളരെ റൈസ് ചെയ്തു. കാരണം സ്ലോപ്പാണ്, അതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് കയറി വരണം. ക്ലച്ചിലോ ഒന്നും അല്ല ആ വണ്ടി അദ്ദേഹം എടുത്തത്. ഒറ്റ എടുപ്പങ്ങ് എടുക്കുകയായിരുന്നു. ആ ആയം മൊത്തത്തിൽ വന്ന് എന്നെ ഇന്ന് ഇടിക്കുകയായിരുന്നു. എന്റെ വണ്ടി തവിട് പൊടിയായിരുന്നു. വേറെ ഒരു കാര്യം, തെറിച്ചു പോയി. തിരിച്ചു വീഴുമ്പോൾ കൃത്യമായി തലയാണ് ഇടിക്കുന്നത്. തല ഇടിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചോണം, എന്റെ ആ റോഡിൽ ഇടിച്ച് ഹെൽമെറ്റ് രണ്ടായിട്ട് പൊട്ടുന്നുണ്ട്. ആ ഹെൽമെറ്റ് പൊട്ടിയിട്ടും എനിക്ക് തലയ്ക്കൊരു പെരുപ്പായിരുന്നു കുറേ അധിക സമയം വരെ. ഒരുപക്ഷെ ഞാനൊരു ഹെൽമെറ്റ് ഇല്ലാതെ ഒരു യാത്രയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 100% രക്ഷപ്പെടത്തില്ല. ഒരു 0.1% പോലും രക്ഷപ്പെടാനുള്ള ചാൻസസ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ആകെ സംഭവിച്ചത് നടുവിന് ഇങ്ങനെ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. അത് കുറച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ടും മാറാവുന്ന ഒരു കേസേ ഉള്ളൂ. എങ്കിൽ പോലും എല്ലാവരും ശ്രദ്ധിക്കുക, യാത്രയിൽ ഹെൽമെറ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പോലീസിനെ പേടിച്ച് മാത്രമല്ല, നമ്മുടെ ജീവൻ നമുക്ക് ചില ഘട്ടങ്ങളിൽ നമുക്ക് രക്ഷപ്പെട്ടു. ഇന്നലത്തെ സംഭവത്തിൽ ഞാൻ രക്ഷപ്പെട്ടത്, ഇന്നിപ്പോ ജീവനോടെ ഇരിക്കുന്നത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം എനിക്ക് കാണാൻ സാധിച്ചത് എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും അത് ശ്രദ്ധിക്കണം.
ഹലോ, ഇനി ആരെങ്കിലും സംസാരിക്കണ്ടോ? എല്ലാവരും മടി പിടിച്ചൊരു ദിവസമാണല്ലോ. ഇനി ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നേരത്തെ റൂം എൻഡ് ചെയ്യാം. വേറെ ആരും സംസാരിക്കാനില്ലെങ്കിൽ എന്ത് പറയണോ? ഞാനിപ്പോഴും ട്രെയിനിലാണ്. സംസാരിക്കാൻ പറ്റും തോന്നല്ല. സാരല്ല. ഇന്ന് ആള് പൊതുവെ കുറവാണ്. നമുക്ക് ഇന്ന് അപ്പൊ നേരത്തെ എൻഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ നമ്മള് നമസ്തേ കേരളം എന്ന് പറയുന്ന റൂം രാവിലെ 7 സ്റ്റാർട്ട് ചെയ്താണ്. നമ്മളൊരു 10:30 വരെ പോകാറുണ്ട്. ഇന്ന് പക്ഷെ നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരു നിമിഷം ഭക്ഷണം കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല. എന്നാലും ക്ലോസ് ചെയ്യുന്നിടയ്ക്ക് നമ്മുടെ TV സോറി ന്യൂസില് റിപ്പോർട്ടർ ചാനൽ നമ്മുടെ മുട്ടയുടെ അപ്പൊ കൊല്ലത്തുനിന്നുള്ള ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവര് ഇത് കാണിച്ചിരുന്നു. അപ്പൊ അതില് നമ്മുടെ മുൻ മന്ത്രി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതെന്നാണ് കാണിച്ചത്. നമ്മുടെ ഇപ്പോഴുള്ള ആളുടെ സ്ഥിതി എന്താണാവോ? നാട്ടുകാർക്ക് വേണ്ടെന്നുള്ളതാണ് അതൊന്ന് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഒരു മിനിറ്റ് നിർത്തോട്ടെ. നമ്മുടെ ഒരു വാട്സാപ്പ് മെസ്സേജ് ആണ്, എന്നാലും അതിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് വായിക്കാന്ന് ഓർത്തിട്ടാണ്. ഇതാണ്, വായിക്കാം. ഒരു ഹിന്ദുവിനെ മതേതരനാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയണമെങ്കിൽ ചെയ്യേണ്ടുന്ന പ്രാഥമിക ചട്ടങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഓർത്തിരിക്കുന്ന നല്ലതാണ്. ഇടതും വലതുമുള്ള ആൾക്കാർക്കും ഹിന്ദുക്കൾക്കും വളരെ നല്ലതാണ്. ഹിന്ദുക്കളാണെന്ന് SSLC ബുക്കിൽ രേഖപ്പെടുത്തുകയല്ലാതെ ഞാനൊരു ഹിന്ദുവാണെന്ന് ഉറക്കെ പറയരുത്. ദൈവനാമം ധരിച്ചാലും ദേവനാമം ജപിക്കരുത്. വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കരുത്. സംസ്കൃതം പഠിക്കരുത്. കാവ്യവസ്ത്രമോ അതേ നിറത്തിലുള്ള ചരടോ പോലും ദേഹത്ത് കാണരുത്. ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ഹിന്ദു രാജാവിനെയും പുകഴ്ത്തരുത്. അവരുടെ ചരിത്രം പഠിപ്പിക്കരുത്. നമ്മുടെ അപ്പൂപ്പന്മാരെ കൊന്നു തള്ളിയ ഗുണ്ടകളെക്കുറിച്ച് ഒരക്ഷരം പോലും പറയരുത്. അവർ ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് ഒരിക്കൽ പോലും പറയരുത്. ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കരുത്. ക്ഷേത്രത്തിലോ വീട്ടിലോ എവിടെയിരുന്നും ദേവനാമം ചൊല്ലരുത്. ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ പ്രവർത്തിക്കരുത്. രാമായണ മാസം ആചരിക്കരുത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കരുത്. രാമൻ ജനിച്ചത് അയോധ്യയിലും കൃഷ്ണൻ ജനിച്ചത് മധുരയിലുമാണെന്ന് പറയരുത്. മറ്റു മതസ്ഥരായ ജനപ്രതിനിധികളെ പോലെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യരുത്. ദേവസ്വം മന്ത്രിയായാൽ പോലും ദേവനെ തൊഴുതു നിൽക്കരുത്. ഭാരതീയ ജനതാ പാർട്ടിയിലോ പോഷക സംഘടനയിലോ പ്രവർത്തിക്കരുത്. വെജിറ്റേറിയൻ ഭക്ഷണ രീതിയോടെ ജീവിക്കരുത്. വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങരുത്. പഠിപ്പിക്കുന്നവരുടെ പാദം തൊട്ടു വണങ്ങരുത്. വിവാഹ ചടങ്ങിൽ ദീപം തെളിയിക്കുകയോ അഗ്നിയെ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യരുത്. ചുവന്ന മാല അനുവദനീയമാണ്. ജനിക്കുന്ന കുഞ്ഞിന് ദൈവനാമം ചൊല്ലി വിളിക്കരുത്. വേദങ്ങളും ഉപനിഷത്തുക്കളും മാർഗദർശന ഗ്രന്ഥങ്ങളാണെന്ന് പറയരുത്. മക്കളെ ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കരുത്, കാണാൻ അനുവദിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതാചാരത്തോടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടനയിലെ 25-ാം വകുപ്പിനെ ചൂണ്ടി പറയുന്നത് പോലെ ഹിന്ദു ഒരിക്കലും പറയരുത്. ഹൈന്ദവ ദൈവ വിശ്വാസങ്ങളെ നിന്ദിച്ചുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യരുത്. അയോധ്യ, കാശി, മധുര എന്നിവിടങ്ങളിലേക്ക് പോകരുത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കരുത്. ക്ഷേത്ര ഭണ്ഡാരങ്ങൾ നിറയ്ക്കാനല്ലാതെ അവയുടെ ഭരണ ചുമതലാ പദവികൾ വഹിക്കരുത്. ഹൈന്ദവ ദർശനങ്ങളെ മറ്റുള്ളവർ പരിഹസിച്ച് അർമാദിക്കുമ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യരുത്.
ഇസ്രായേലിനെ കുറിച്ച് നല്ലത് പറയരുത്. ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും ചട്ടങ്ങൾ അനുസരിച്ചെങ്കിലും ജീവിച്ചാൽ ആ ഹിന്ദു ഒരു മതേതര ഹിന്ദുവാണ്. അല്ലാത്ത ഏതൊരു ഹിന്ദുവും ഫാഷിസ്റ്റ്, ചാണകം, വർഗീയവാദി, ഷൂനക്കി, കാവിപ്പൊട്ടൻ ഇത്യാദി പേരുകളിൽ മാത്രമേ അറിയപ്പെടുകയുള്ളൂ. അതിനാൽ മതേതര ഹിന്ദു ആകണമോ വർഗീയ ഹിന്ദു ആകണമെന്ന് ഓരോ ഹിന്ദുവിനും സ്വയം തീരുമാനിക്കാം. മതേതര ഹിന്ദു ആകണമെങ്കിൽ മുകളിൽ സൂചിപ്പിച്ച 31ഓളം ചട്ടങ്ങളും അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെങ്കിടേശൻ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അപ്പൊ ഇത് നമുക്കും വേണമെങ്കിൽ അത്രമാത്രമേ ഇന്നത്തെ ഈ സുദിനത്തിൽ എനിക്ക് പറയാനുള്ളൂ. സ്നേഹം. താങ്ക് യു. വിനോദി സംസാരിച്ചതാണോ? നമസ്തേ, ഞാൻ ഇത് സംസാരിക്കട്ടെ? സംസാരിച്ചോളൂ വിനോദ്. അതെ അതെ, നമസ്തേ, എല്ലാവർക്കും ശുഭദിനം. എന്താണ് പറയണ്ടത്, എൻ്റെ നാട്ടിലാണ് ഇന്നലത്തെ സംഭവം നടന്നത്. നാട്ടില് 2 സംഭവങ്ങളുണ്ടായി. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 15, എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം ആണ് ഈ ഒരു സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. നേരിട്ട് എനിക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും പിന്നെ ഏകദേശം സ്ഥലം മനസ്സിലായി. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാല് അതൊരു ഹ്യൂജ് പിന്നെ ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. ഹിന്ദു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖലയാണ്, വിശ്വാസികളാണ് കൂടുതലും. പിന്നെ അങ്ങനത്തെ ഒരു ഏരിയ, കുറഞ്ഞ തോതിലുള്ള ഒരു എന്താണ് പറയേണ്ടത്, ഒരു 20% ആ തരത്തിൽ, ആ ഒരു ചെറിയ പ്രദേശത്തെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രാമത്തെയാണ് പറയുന്നത്. അവിടെ ഒരു 15 to 20% മുസ്ലിംസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാതിരിക്കാം ഈ വിഷയം. അവിടുത്തെ പിന്നെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് മാനേജറല്ല, അങ്ങനെ എന്തൊരു പോസ്റ്റിംഗിൽ ഇരിക്കുന്ന ആളാണ്. അതായത് ഈ ഗവൺമെന്റ് സാലറി പറ്റുന്ന ഒരു പോസ്റ്റിംഗിൽ ഇരിക്കുന്ന ആളാണ് അബ്ദുൽ ഖാദർ. അദ്ദേഹമാണ് പിന്നെ അദ്ദേഹവും പിന്നെ അതുപോലെ മറ്റൊരു ഡിവൈഎഫ്ഐ പിന്നെ നേതാവായി മാറിയ ഒരു സുഡാപ്പി യുടെ നേതൃത്വത്തിലാണ് ഈ പൂജ തടഞ്ഞത്. നിങ്ങൾക്ക് ഏതൊക്കെ മനസ്സിലായി. ഇപ്പോൾ ആ പ്രദേശത്ത് വരുന്നതിൻ്റെ എൻ്റെ തൊട്ടടുത്ത ഒരു കോമഡിയാണ്. ഇപ്പം ജസ്റ്റ് നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നെറ്റിയിൽ നല്ലൊരു പിന്നെ ഭസ്മക്കുറിയൊക്കെ തൊട്ട് വന്ന് ഇപ്പോൾ ഷോപ്പ് തുറന്ന് ഇങ്ങോട്ട് പേപ്പർ വാങ്ങിക്കാൻ വന്നപ്പോൾ എൻ്റെ കൺമുമ്പിൽ പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലല്ലേ ഈ ഒരു വിഷയം ഉണ്ടായത്? അതെ അതെ, അത് രണ്ടുപേര് മരണപ്പെട്ടിരുന്നു ഇന്നലെ, ഒരു സ്ലാബ് പൊട്ടി വീണിട്ട്. ഞാൻ പറഞ്ഞു അതല്ല വിഷയം, അതൊരു ദുരന്തം തന്നെയാണ്, അതൊരു വിഷയം തന്നെ. പക്ഷെ പിന്നെ മറ്റേ ഈ പിന്നെ സ്കൂളിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായത് നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് ഒരൊറ്റ തിരിഞ്ഞ് ഓടി. മൂപ്പര് നിന്നില്ല, തിരിഞ്ഞ് ഓടിക്കളഞ്ഞു. കാരണം ആൾക്ക് ഒരു ചമ്മലോ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഓടിയത്. അല്ലാതെ അയാൾ ഓടേണ്ട ആവശ്യമില്ല, നിന്നില്ല, ഒറ്റപ്പോക്കും. അപ്പോൾ ഇത് എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പം പലരും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ ഫുള്ള് കേട്ടിട്ടൊന്നുമില്ല, പലപ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മാപ്പിള സ്കൂളുകളിൽ നിസ്കരിക്കാനുള്ള റൂമുകളും അതുപോലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പിന്നെ ബൈബിൾ പ്രാർത്ഥനയും ഒക്കെ നടത്താം. അതേ സ്ഥലത്ത് ഹിന്ദു സ്കൂളുകളാണെങ്കിൽ അവിടെ പിന്നെ പൂജ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്കൂളായിട്ട് പോലുമില്ല, അതൊരു കെട്ടിടമാണ്, സ്കൂളിന് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടം. അത് സ്കൂളിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. സ്കൂൾ കെട്ടിടം പൂർത്തിയായതിനു ശേഷം ഒരു ഗണപതി ഹോമം നടത്തിയതാണ്. ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലാണ് സ്കൂളാവുക. എന്നിട്ട് പോലും അത് തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചുമ്മാ സാധാരണ രീതിയിൽ തടഞ്ഞതല്ല, അവര് എല്ലാം നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തടഞ്ഞത്. പിന്നെ അത് നശിപ്പിച്ച ആൾക്കാർക്കെതിരെ ഒരു നടപടിയും നിയമ നടപടിയും ഇല്ല. അതേ സ്ഥാനത്ത് പൂജ നടത്തിയവൻ എല്ലാം ഉള്ളിലാണുള്ളത്, അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവര് ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിഞ്ഞത്. വിട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇന്ന് ആരോ പറയുന്ന കേട്ടതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലാതെ ഒരു ന്യൂസോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. നമ്മള്
ഇപ്പോ പിന്നെ അയോധ്യയൊക്കെ ഘോരഘോരം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ അയോധ്യയിൽ മറ്റേ ആ, ആ, പിന്നെ എന്താ പള്ളിപ്പറമ്പിലെ രാമനാണ്, അല്ലെങ്കിൽ പള്ളി പൊളിച്ചിട്ടാണ് ക്ഷേത്രം പണിതത് എന്നൊക്കെ ഘോരഘോരം. ഇപ്പോ തളി ഇവിടെ പറഞ്ഞു, നേരത്തെ ആരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടു. തളി മഹാദേവ ക്ഷേത്രം എന്തായി? അത് നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എത്ര കാലമായി? മാക്സിമം ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും. അതിനിടയിലാണ് അത് നഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ പിന്നെ ഭൂസ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തത് ഈ എന്താ വേണ്ടത്? ഇവന്മാർക്ക്, ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും നക്കാൻ കിട്ടിയാൽ മതി. വെറും ചെറ്റകളാണ്, ചെറ്റകള്. പിന്നെ എന്തെങ്കിലും നക്കാൻ കിട്ടിയാൽ മതി. ആ നക്കാൻ കിട്ടിയത് ഉപയോഗിച്ചിട്ട് എല്ലാം പൊതു സ്വത്തായാലും കുഴപ്പമില്ല, ക്ഷേത്രത്തിന്റെ സ്വത്തായാലും കുഴപ്പമില്ല, എഴുതി കൊടുത്തോളൂ. ഇതിൽ ഈ തരത്തിൽ തന്നെ പ്രതികരിക്കണം. അല്ലാതെ നമ്മൾ സൗമ്യതയോടെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ അതിനൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ തല വെട്ടുന്നെങ്കിൽ വെട്ടിപ്പോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഈ തരത്തിൽ തന്നെ പ്രതികരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇത് നിലനിൽക്കില്ല. ഇവരിത് പിന്നെ എല്ലാം എഴുതി കൊടുക്കുക ഈ നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവന്റെ ചെറിയമിൽ ഒട്ടിപ്പിടിച്ചത് നക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി എന്ന് കേട്ടിട്ടില്ല? അതുപോലെ ആ ചെറിയുടെ മോള് കിട്ടുന്നത്, അതിൽ നിന്ന് കിട്ടുന്നത്, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക, എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുക. കാരണം ഇതിന് ഞാൻ ഈ പറയുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ ആ ഒരു സുഡാപ്പി കമ്മ്യൂണിസ്റ്റായ ആ ഒരു അവന്റെ പിന്നിൽ അണിനിരന്ന് വന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ല ഹിന്ദുക്കളാണ്. അതിൽ മിക്കവാറും ആൾക്കാർ തലയിൽ ബോധമില്ലാത്ത, പിന്നെ അന്തവും കുന്തവും ഇല്ലാത്ത ഇതുപോലത്തെ ഇവന്മാര് ആണ് ഇത് കാട്ടിക്കൊടുക്കുന്നത്. കുറച്ചു നാലോചിച്ചാൽ പോരെ, മാപ്പിള സ്കൂളുകളിൽ നിസ്കരിക്കാനുള്ള റൂമുണ്ട്, നമ്മുടെ സ്കൂളിൽ എന്തുകൊണ്ട് പൂജ നടത്തിക്കൂടാ എന്നൊന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ആ പൂജ നടക്കുന്ന ഉടനെ ഇറങ്ങി അത് എങ്ങനെ സ്കൂളിൽ പൂജ നടത്തും എന്ന് ഇറങ്ങി അങ്ങ് പിന്നെ ചെയ്യാം. ഇത് അല്ലെങ്കിൽ സ്കൂളിൽ പൂജ നടത്തുന്നതുകൊണ്ട് അതൊരു സ്വകാര്യ സ്വത്താണ്. അവിടെ സ്വകാര്യ സ്വത്തിൽ, പിന്നെ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ ഗവൺമെന്റ് സ്കൂൾ നടത്തുന്നു. അവിടെയുള്ള ടീച്ചേഴ്സിനും ആ സ്കൂൾ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങൾക്കും വേണ്ടി പിന്നെ ഇവര് ഗവൺമെന്റ് ഫണ്ട് ഇറക്കുന്നു. മറ്റേ ബിൽഡിംഗ് സ്വകാര്യ ബിൽഡിംഗ് അല്ലേ, അവിടെ പൂജ നടത്തുന്നതിന് എന്തുകൊണ്ട്, എന്താണ് പ്രശ്നം? ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ഈ സുഡാപ്പി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ശരിയാണ്, അവൻ പറയുന്നതാണ് ശരി, അവന്റെ പിന്നെ മറ്റേ കൂടുതലൊന്നും പറയുന്നില്ല, എന്തൊക്കെയോ വായിൽ വരുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. ഞാൻ അത്രയും നമ്മളെ അടുത്ത് തന്നെയാണ്. ശരിക്കും പബ്ലിക്കായിട്ട് ഇവിടെ പ്രതികരിക്കാൻ ആൾക്കാർ വളരെ കുറവായത് കൊണ്ടുള്ള ഒരു വിഷമത്തിൽ ഞാൻ ഇവിടെ കാര്യം ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണ്. ക്ഷമിക്കണം, സോറി. എന്തായാലും ജയ് ശ്രീറാം, ഞാൻ നിർത്തുന്നു. ഓക്കെ അല്ല, വിനോജി. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് അടിസ്ഥാനമായിട്ട് കോൺഗ്രസ് അനുഭാവികളാണ് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അറിയാമോ? എന്തെങ്കിലും അറിയാമോ? എങ്ങനെ ആ മാനേജ്മെന്റുകാര് ബേസിക്കലി കോൺഗ്രസ് അനുഭാവികളായ ഒരു ഗ്രൂപ്പാണ് എന്ന് പറയപ്പെടുന്നത് ശരിയാണോ? അത് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നതിൽ ഒരു 70% അല്ല 75% കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നവര് ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ല, അത് BJP-യെ സപ്പോർട്ട് ചെയ്യുകയും അതേ സ്ഥാനത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. BJP എന്നല്ല, സംഘപരിവാറിന്റെ പല നിലപാടുകളെ അനുകൂലിക്കുകയും പിന്നീട് ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴൊക്കെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരായിട്ടുള്ള കുറെ പേരുണ്ട് അങ്ങനത്തെ ആൾക്കാർ. ആ തരത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടുത്തെ ആ ഒരു മാനേജ്മെന്റും. വിനോജി, ഇത് അല്ല, എവിടെയാണ് ഇത് സ്ഥലം? എവിടെയാണ്? ഇത് ശ്രദ്ധിച്ചില്ല. കുറ്റ്യാടിക്കടുത്ത് കുറ്റ്യാടി. കുറ്റ്യാടിക്കടുത്ത് ഓക്കെ. കുറച്ച് ഉള്ളോട്ടാണ് സ്ഥലം. കുറ്റ്യാടിയിൽ നിന്ന് ഓക്കെ. കുറച്ച് ഉള്ളോട്ട് പോകണം. അതായത് കുറ്റ്യാടി ടൗണിൽ നിന്ന് കുറച്ചുകൂടി ഒരു 3-4 കിലോമീറ്റർ ഉള്ളോട്ട് ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാല് ഓക്കെ. ഒരു ചെറിയൊരു ടൗൺ ഒക്കെ. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, ക്ലബ് ഹൗസിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്തൊരു വിദ്യാലയമുണ്ട്. സർക്കാർ വിദ്യാലയമാണ്, പ്രൈമറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം PTA മെമ്പറാണ്. അവിടെ നമ്മുടെ സ്കൂളുകളിൽ ഈ പലവിധ ഫണ്ടുകളും അതുപയോഗിച്ച് പലവിധ ക്ലാസ് റൂമുകളും ഉണ്ടാക്കും. SSA, RMSA എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത, പിന്നെ സ്മാർട്ട് റൂം ഉണ്ടാവും. അപ്പം അതിൽപ്പെട്ട ഒരു റൂം അവിടെ
വിശ്വാസികൾക്കുള്ള പ്രാർത്ഥനാ റൂമാക്കി മാറ്റി. അപ്പൊ അതിൽ വിരോധമില്ല, കാരണം പ്രാർത്ഥന ആവാമല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ വിദ്യാലയമാണ്. രണ്ട്, പ്രാർത്ഥിക്കാനുള്ളവർക്ക് എല്ലാ മതവിഭാഗങ്ങൾക്കുപ്പെട്ടവർക്കും തുല്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഒരുക്കേണ്ടത്. ആദ്യത്തെ കാര്യം, അതായത് പ്രാർത്ഥനയ്ക്ക് വിശ്വാസികൾക്കാവാം, വിരോധമില്ല, നമുക്കും സപ്പോർട്ട് ചെയ്യും. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനാ മുറിയാണെങ്കിൽ നമ്മുടെ ഈശ്വര ദേവതമാരെയൊക്കെ ഫോട്ടോയോ പ്രതിമയോ ഒക്കെ വെക്കും. ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മതചിഹ്നങ്ങൾ മാത്രം വെച്ച ഒരു പ്രാർത്ഥനാ റൂമാക്കി മാറ്റി. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, അതൊക്കെ വളരെ നിസ്സാരമായ പ്രശ്നമാണ്. നിങ്ങൾ അവിടുത്തെ ഒരു രക്ഷിതാവാണ്, ഇനി അതല്ല, നിങ്ങൾ അവിടുത്തെ ഒരു സാധാരണ ജനം ആയാലും മതി, ഒരു പബ്ലിക് ആയാലും നമുക്കതിൽ ഇടപെടാം. കാരണം മുമ്പ് കാലത്ത് സരസ്വതി പൂജ, സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് സ്കൂളുകളെ പറഞ്ഞിരുന്നത്. സരസ്വതി പൂജകൾ നടന്നിരുന്നു, അരിയിലെഴുത്ത് നടന്നിരുന്നു. അതൊക്കെ എടുത്തു മാറ്റി പത്രം ഓഫീസിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. അപ്പോ അങ്ങനെയുള്ള സരസ്വതി ക്ഷേത്രത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ളൊരു പ്രാർത്ഥനാ മുറി ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു കഷ്ണം കടലാസം മടക്കിയാൽ മതി. എന്നിട്ട് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത പടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അവരത് മാറ്റി. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അരീക്കോടിനടുത്തൊരു സ്കൂളുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപകനുണ്ട്, സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ ഓണാഘോഷത്തിന്, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം, ഓണാഘോഷം വരുമ്പോൾ ദേശീയ ത്യോഹാർ ഹേ എന്നാണ് നമ്മൾ ഹിന്ദിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ദേശീയോത്സവമായാൽ പോലും അതിനൊരു പ്രത്യേക കണ്ണിലൂടെ മാത്രം കാണുന്ന ചില വിഭാഗം മാനേജ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു ഓണാഘോഷം നടക്കാറില്ല. കാരണം എന്താണെന്നറിയില്ല, അവിടെ പൊതു ഖജനാവിൽ നിന്ന് കുട്ടികൾക്കുള്ള അരി സാധനങ്ങൾ ഓണത്തിന് പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളുണ്ടാവും. പിന്നെ വായുള്ളവർക്കൊക്കെ ആഹാരം ഇഷ്ടമായിരിക്കുമല്ലോ, വേണമല്ലോ. അപ്പൊ ഒരു സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. പക്ഷേ അതുപോലും ഒരുക്കാതെ, ഓണസദ്യ പോലും ഒരുക്കാതെ, പൂക്കളമിടാതെ നടത്തുന്ന ചില മാനേജ്മെന്റ് വിദ്യാലയങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം അന്വേഷിച്ചു, ഉണ്ടെങ്കിൽ അതിനെ ശക്തമായ നിയമ നടപടികൾ തന്നെ നേരിടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അന്വേഷിച്ച്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് എന്തൊക്കെയോ നടന്നെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു റൂമിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി അവിടെ അതൊന്നും അധികം ദൂരമല്ലാത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്ത് ശക്തമായി ഞാൻ പറഞ്ഞോടു, വർത്തമാനം പറയാൻ താൻ അവിടെ പോയി നോക്ക്, സ്കൂളിലെ പേരടക്കം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മള് മതേതരത്വം, ജനകീയം എന്നൊക്കെ നല്ല നല്ല പദങ്ങളുണ്ടെങ്കിലും ഓരോ പ്രദേശത്തും അവിടെയുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള സമ്പ്രദായങ്ങൾ തുടരുന്ന പതിവുണ്ട്. അതിന് നമ്മൾ ശക്തമായി വേണ്ട രീതിയിൽ പ്രതികരിക്കുക തന്നെ മാർഗമുള്ളൂ. ഇപ്പൊ അതിനൊക്കെ സൗകര്യമുണ്ട്. കാരണം നമ്മളിപ്പം ആ പ്രദേശത്തിന്റെ പരിധിയിലാണെങ്കിൽ നമുക്ക് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ട്, PTA ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ പലവിധ ഗ്രൂപ്പ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കഷ്ണം കടലാസുമായി ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കോള് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് പരാതി കൊടുക്കാം, കാര്യങ്ങൾക്ക് തീരുമാനമാവും. താങ്ക് യു. വിനോദേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടൻ ഈ കാര്യം അറിഞ്ഞിരുന്നു? അതായത് അതിലിടപെട്ട പാർട്ടി സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ആരാണ്ടുണ്ടല്ലോ, അയാള് ഈ മാറി വന്നവനാണെന്നുള്ള കാര്യം കൺഫേം ആണോ? അതായത് സഖാപ്പിയാണെന്ന്? അതൊരു കൺഫേം ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ആളൊരു മുസ്ലിം ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇവനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടിലും അപ്പോഴേ ഉണ്ടായിരുന്നല്ലോ, രണ്ട് തോണിയിൽ കാല് വെച്ച് നടക്കുന്ന ഇവരിലേക്ക് പലരും ഉണ്ടായിരുന്നല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇവൻ.
പക്ഷെ ഇവൻ പാർട്ടിയിലല്ല ഉള്ളത്, ഡിവൈഎഫ്ഐയിലാണ് ഉള്ളത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഉള്ളത്. പാർട്ടിയിലേക്ക് കയറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു അറിവ്. പറയട്ടെ. പറയൂ സുപ്രഭാതെ. ഓക്കെ. കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളാണ്. ആ പ്രൈവറ്റ് സ്കൂളിലെ പുതിയൊരു കെട്ടിടം, അതിന്റെ മാനേജ്മെന്റിലുള്ള ആളുകൾ അവിടെ ഗണപതി ഹോമം നടത്തുന്നു. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും തുടക്കം ഉണ്ടെങ്കിൽ അത് ആദ്യത്തത് ഗണപതിക്ക് വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതൊരു വീട്ടിൽ കൂടലാണെങ്കിലും ശരി, സ്ഥാപനമാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അവരുടെ ഒരു വിശ്വാസം അങ്ങനെ. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു കാര്യം, ഒരു ഗണപതി ഹോമം ഒരു പുതിയ കെട്ടിടത്തിൽ അതിന്റെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ മാപ്പിള സഖാക്കളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച സമയത്ത് ഈ CPM-ലേക്ക് ചേക്കേറിയിട്ടുള്ള ആളുകൾ ഇത് അവർക്ക് അറാമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ഹിന്ദു സഖാക്കളെ പിരികേറ്റി വിടുകയും അതിനനുസരിച്ചിട്ട് അവർ വോട്ട് ചെയ്യണമെങ്കിൽ ഈ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ആ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി മാപ്പിള സഖാക്കളുടെ നേതൃത്വത്തിൽ ഈ ഹിന്ദുക്കളുടെ ആയിട്ടുള്ള ആരാധനകള്, ഈ ഇതുപോലത്തെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അവർ അടിച്ച് തകർത്ത് തരിപ്പണമാക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കോയക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടുള്ള ആളുകളോടോ അവർ ചെയ്യൂല. ഒരു ഹിന്ദു ആയതിന്റെ പേരിൽ, ഹിന്ദു സ്ഥാപനം ആയതിന്റെ പേരിൽ മാത്രമാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മാപ്പിളമാരായിട്ടുള്ള ഇതുപോലത്തെ ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അത് ഉണ്ട്. എന്നിട്ട് അവർ ചെയ്തിട്ടുള്ള പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിൽ ഗണപതി പൂജ നടത്തുന്നു എന്നുള്ള പേരിൽ ഈ ഡിവൈഎഫ്ഐ മാധ്യമ പ്രവർത്തകരും, ഷാനിവാദം ഉണ്ടല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക്, അത് എന്തെങ്കിലും വാർത്തകൾ കൊടുത്താൽ BJPക്ക് ഗുണമായി മാറുമെങ്കിൽ അവരത് വാർത്ത കൊടുക്കൂല. അല്ലെങ്കിൽ കോയമാരുടെ തെമ്മാടിത്തരങ്ങള് അവര് വാർത്ത കൊടുക്കൂല. കാരണം കോയ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഹിന്ദുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രക്ഷ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. അത് BJPക്കും RSSനും ഗുണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷാനിവാദം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഉപയോഗിച്ചിട്ട് ഈ വളരെ നീചമായിട്ടുള്ള ഒരു പ്രവർത്തനവും വളരെ നീചമായിട്ടുള്ള വാർത്തകളും കൊടുത്തിട്ട് BJPക്കാർ ഗണപതി ഹോമം നടത്തി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഈ കേരളത്തില് BJPക്കാർ എന്തോ വളരെ മോശക്കാരായിട്ടുള്ള ഈ ഗണപതി ഹോമം സ്കൂളിൽ കൊണ്ടുപോയി നടത്തുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതികരണമാണ് ഈ മാപ്പിള സഖാക്കളുടെ നേതൃത്വത്തിൽ, ജിഹാദികളുടെ നേതൃത്വത്തിൽ ഈ ഹിന്ദു സഖാക്കള് നടത്തിയത് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഓരോ ഹിന്ദു എന്നുള്ള രീതിയിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഉറക്കെ ശബ്ദിക്കേണ്ടതും പോരാടേണ്ടതും ഉണ്ട്. നമ്മളെ പാരമ്പര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഗളന്മാരെയും ഈ മുസ്ലിം രാജാക്കന്മാരുടെയും ക്രൂരതകൾ ബ്രിട്ടീഷുകാർ നടത്തിയതിന്റെ 100 ഇരട്ടി ക്രൂരതകൾ ഹിന്ദുക്കളോടും ഹിന്ദു ക്ഷേത്രങ്ങളോടും നടത്തിയവരാണ് ഈ കോയമാരായിട്ടുള്ള രാജാക്കന്മാരോ അവരുടെ തലമുറയിൽപ്പെട്ടുള്ള ആൾക്കാരും. സ്വാതന്ത്ര്യ സമരത്തിന്റെ വരെ കൂലി മേടിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നും കണ്ട് ചലയ്ക്കുന്ന ഈ കാഴ്ചകൾ നമ്മൾ ഇന്നും കാണുന്ന കാഴ്ചകളാണ്. ജിഹാദികൾ ക്ലബ് ഹൗസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിന്നും കണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും മതേതരത്വത്തിന്റെ ഒക്കെ പേര് പറയുകയും ഭരണഘടനയിലുള്ള കാര്യങ്ങൾ പോലും അംഗീകരിക്കാതെ ഇവിടെ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതുപോലത്തെ ജിഹാദികളെ തുറന്നു കാട്ടുകയും ഈ രാഷ്ട്രീയ പാർട്ടികളെ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൂത്തെറിയാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹം സംഘടിതരാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേരെ, ഭരണഘടന നമ്മൾക്ക് തരുന്ന അവകാശങ്ങൾക്ക് നേരെ ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് തുറന്നു കാട്ടാനും വേണ്ടി വന്നാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ ശക്തമായ പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ട്. ഒരു കോയയെ സംബന്ധിച്ചിടത്തോളം കോയക്ക് മറ്റുള്ളതൊക്കെ ഹറാമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഓന് ഹലാല് ഹറാമ് മുതൽ കുടിക്കുന്ന വെള്ളത്തിൽ പോലും അവൻ മതം കൊണ്ട് നടക്കുന്ന, ഉടുക്കുന്ന ഡ്രസ്സിൽ പോലും മതം കൊണ്ട് നടക്കുന്ന ഇതേ രീതിയിലുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളുകളാണ്. ഹിന്ദു സഖാക്കളെ ഹൈജാക്ക് ചെയ്തിട്ട് ഹിന്ദു സഖാക്കളായിട്ടുള്ള മണ്ടൻ ഹിന്ദു എന്ന് പറയുന്ന ഈ ഹിന്ദു സഖാക്കളും അതുപോലത്തെ ഈ കോൺഗ്രസിന്റെ ഈ ജിഹാദികളുടെ വാലാട്ടി പട്ടികളും ചേർന്ന് കണ്ട് ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.
അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടക്കണം. അതിനുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നമുക്ക് നടത്തപ്പെടേണ്ടതുണ്ട്. ലീഗലായിട്ടാണെങ്കിലും ഏത് രീതിയിലായാലും ശരി ആ പൂജ നടത്തിയിട്ടുള്ള ആളുകളെ അവര് അടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നിരവധി മാപ്പിള സ്കൂളുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ മതേതര രാജ്യത്ത് മതേതരം മുറുകെ പിടിക്കുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂളിന് മാപ്പിള എന്നുള്ള പേര് വിട്ടിട്ട് ആ മാപ്പിളമാരുടെ പേരും വെച്ചുള്ള സ്കൂളുകൾ ഹിന്ദു കുട്ടികൾ പഠിക്കേണ്ട ഗതികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ഹിന്ദു എന്ന് പേരിട്ടിട്ട് നമുക്കൊരു സ്കൂൾ നടത്താൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. പക്ഷെ മാപ്പിള എന്നുള്ള പേരിട്ടിട്ട് ഇവിടെ സ്കൂൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എന്നിട്ടും ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ, ഹിന്ദുക്കളുടെ ധന്യതയെ, ഹിന്ദുക്കളുടെ ശ്രേഷ്ഠതയുടെ മേലെ കുതിര കയറുന്ന ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ നമ്മൾ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ചരിത്രങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും ഓരോ അതിജീവനങ്ങൾ നടത്തിയിട്ടുള്ള വീരന്മാരായിട്ടുള്ള, ധീരന്മാരായിട്ടുള്ള, വളരെ ത്യാഗികളായിട്ടുള്ള, സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നെഞ്ചും പിരിച്ചു കണ്ട് ഈ ഭാരതഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഓരോ ഹിന്ദുവിനും വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ ഈ ഗണഗീതക ചൊല്ലി അണുവിടെ പോറും ഹിന്ദു ആണ് എന്നുള്ളത്, അതുപോലെ നമ്മൾ ഓരോ ദിവസവും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടും ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക. കുടിക്കണ വെള്ളത്തിൽ ജിഹാദികളെയോ ഈ ജിഹാദികളുടെ വാലാട്ടിപ്പട്ടികളായിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരെയോ അവരെ ഹൈജാക്ക് ചെയ്തിട്ട് അവരെ പൊട്ടന്മാരാക്കി നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കരുതിയിരിക്കുക. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. അതായത് നമ്മൾ കുറച്ചുകൂടെ ഉണർന്ന് ഉദ്ബുദ്ധരാകുക, കുറച്ചുകൂടെ പഠനം നടത്തുക, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് MTക്ക് പോലും വെളിപാടുണ്ടായത്. MT തിരൂർ തുഞ്ചൻപറമ്പിന്റെ ഒക്കെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. പക്ഷേ MT ആയാലും മാഹിക്കാരനായ നമ്മുടെ മറ്റേ എഴുത്തുകാരൻ കഥാകാരനുണ്ട്, പേരെന്തായിരുന്നു, എന്താ പേരെന്താ, മാഹിയിലുള്ള മുകുന്ദൻ, മുകുന്ദൻ, ഇവരൊക്കെ വാലാട്ടുന്നവർ തന്നെയാണ്, നോ ഡൗട്ട്. അവരെക്കാൾ ഒക്കെ ഉയർന്ന തലത്തിലാണ് ഞാനെന്നൊരു വിശ്വാസം, എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും. പക്ഷേ ഇവർ ചെയ്തൊരു ദോഷം എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഇവർക്ക് ആരോഗ്യവും സംസാരിക്കാൻ ശേഷിയും ശേമുഷിയും ഉള്ളപ്പോൾ ഇവർ പറഞ്ഞു പറ്റിച്ചു 100,000 ആൾക്കാർ. ഇപ്പോ ഒരു വെളിപാട് തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. MTക്ക് വയ്യാതായി, മറ്റേ ആൾ അമ്പലത്തിലൊക്കെ പോയി തുടങ്ങി, ഗുരുവായൂരൊക്കെ പോയി തുടങ്ങി നമ്മുടെ ഇയാള് എഴുത്തുകാരൻ. അപ്പോ ആരോഗ്യവും കഴിവുമുള്ള സമയത്ത് പറഞ്ഞു പറ്റിച്ച് 10,000 മറ്റു വഴിക്ക് നടത്തിയതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണേ എന്ന് പറഞ്ഞ് നാരായണ ജപിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ വിട്ടുകളയുക, അറിയുന്നത് ശക്തമായി പ്രതികരിക്കുക. ഇതൊന്നുമില്ലാതെ ഒരു കൂട്ടം ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയിട്ട് ഇപ്പോൾ ഇയാൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോയതുകൊണ്ട് കാര്യമില്ല. അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു, അവരുടെ അടുത്ത തലമുറയായി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത തലമുറ. അപ്പോ നമ്മുടെ ഈ നായകന്മാര്, സാഹിത്യ നായകന്മാരെന്ന് പറയുന്ന ഈ വേഷം കെട്ടുകാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, നമുക്ക് പാരമ്പര്യമായി നമ്മൾ പാലിച്ചു പോന്നിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്കൊന്ന് കൈമാറുക, അവരെ അതിനോട് ചേർത്ത് നിർത്തുക. സധൈര്യം മറ്റുള്ള ആശയങ്ങളും മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ നേരിടാൻ, ഉറച്ചു നിൽക്കാൻ, നിന്ന സ്ഥലത്ത് നമ്മുടെ കാലിനു മുമ്പിൽ നട്ടെല്ല് നിവർന്ന് നിൽക്കാനുള്ള ആരോഗ്യം, ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിലൂടെയൊക്കെ സുവിശേഷക്കാർ വരാറുണ്ട്, രോഗം മാറ്റുന്നവര്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവര്, പൈസ കൊടുക്കുന്നത്. എൻ്റെ നാട്ടിലെ ഒരു കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രത്തില് ഭഗവത്ഗീത നടക്കുകയാണ്, ആചാര്യം വന്ന് ശ്ലോകം ചെല്ലുമ്പോൾ ഈ കൃഷ്ണേട്ടൻ അടുത്ത ശ്ലോകം സദസ്സെന്ന് അങ്ങോട്ട് ചെല്ലും. 2-3 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ വലിയ കാര്യങ്ങളൊന്നും അറിയുന്ന ആളല്ല, അല്പസ്വല്പം അറിയാം, നിങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് വന്നു, ആ ഗീത ചൊല്ലുന്ന ആൾക്ക് ഇങ്ങോട്ട് വരാം, ഞാൻ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞു. ഈ മനുഷ്യന്റെ മക്കളിൽ ഒരുത്തൻ അമൃതാനന്ദമയി ശിഷ്യനായി പാളയം, കോഴിക്കോട് പാളയത്ത് നടു റോട്ടിൽ കുത്തിയിരുന്നു അയാൾ. പിന്നെ പോലീസ് വന്ന് പിടിച്ചു മാറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് ആ വിദ്വാൻ പെന്തക്കോസ്തിന്റെ നേതാവായി. അയാൾ മാത്രമല്ല, അയാളെ കുടുംബത്തിലെ വേറെ ആളെയും. എന്നിട്ട്
ഈ ഭഗവത്ഗീത ചൊല്ലി എന്ന് പറയുന്ന 100-നടുത്ത് പ്രായമുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. കൃഷ്ണേട്ടൻ പറയാണ്, എന്റെ മക്കളെ ഞാൻ അങ്ങോട്ട് തന്നെ വിടും. കാരണം 4,000 രൂപ, 5,000 എത്രയാന്ന് എനിക്കറിയില്ല, അത്രയും തുക ഇവർക്ക് പെന്തക്കോസ്ത് വിദേശത്ത് നിന്ന് കിട്ടുന്ന കാശ് ഇവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജീവിക്കാൻ കാശ് ആവശ്യമാണ്. നായരായതുകൊണ്ട് കാര്യമില്ല, പഴയ ജന്മി കുടുംബമൊക്കെയാണ്. പക്ഷെ ഇപ്പോ റേഷൻ വാങ്ങാൻ കാശില്ല. അയാൾ ഒറ്റമുണ്ടായിട്ട് നടക്കുന്ന ആളാണ്. കൗപീനം ഉണ്ടാവുമായിരിക്കും, ഒരു തോർത്ത് ചോളിലും. പക്ഷേ രണ്ട് വിവാഹം കഴിച്ചു, രണ്ടതിലും കൂടെ ഒരു 10-12 മക്കളുണ്ട്. ജീവിച്ചു പോണ്ടേ, ആഹാരം കഴിക്കണ്ടേ? അപ്പോ എന്റെ മക്കളെ ഞാൻ പറഞ്ഞയക്കുമെന്ന് സധൈര്യം പറയുന്ന വിശ്വാസിയായ കൃഷ്ണേട്ടന്റെ അവസ്ഥ ഞാൻ ആലോചിച്ചു പോകാറുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പല സമൂഹമാണ്, പല രീതിയിലുള്ള നമ്മളെയൊക്കെ വഴിതെറ്റിക്കാനും, ഇതാണ് മെച്ചം, അതിനേക്കാൾ മെച്ചം ഇതാണ്, അതല്ല ഇതാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരി ഏതാണെന്ന് നാം തിരിച്ചറിയുകയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിനുവേണ്ട കൃത്യമായ ധാരണ പകർന്നു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്താൽ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. മറ്റുള്ളതിനെ പറ്റി നമ്മൾ ബേജാറാകേണ്ടതില്ല. താങ്ക് യു. സതീശ്വരൻ പറഞ്ഞ പോലെ ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ വേറെ ആരും സംസാരിക്കാനില്ലെങ്കിൽ അതിനകത്ത് ഇപ്പം തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ അറിവ് കൂടിയാലും വലിയ വിഷയമാണെന്ന് പറയും. ഒരു പരിധി കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പല സാംസ്കാരിക നായകന്മാരെയും അങ്ങ് വരുന്ന ക്ഷമിക്കണം, സാംസ്കാരിക നായകന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ മഹാകവികളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റുകൾ പല പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് സാമാന്യ ബുദ്ധിയുള്ള എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ഇവർക്ക് ഇത്രയും അറിവുണ്ടായിട്ട് ഇവർക്ക് തിരിച്ചറിവ് എന്നൊരു സംഭവമില്ലെന്ന്. അറിവുണ്ട് ഇവർക്ക്, എന്നേക്കാൾ കൂടുതൽ വായിക്കുന്ന ആൾക്കാരാണ്, എന്നേക്കാൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അവരുടെ പല ആശയങ്ങളും അവർ കവിതകളായിട്ടും അല്ലെ കഥാരൂപത്തിലും സിനിമയുടെ രൂപത്തിലും ഒക്കെ ഇറക്കിയ ആൾക്കാരൊക്കെ ഇവരൊക്കെ. ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ വിനീത് അനിയൻ ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂ ഞാൻ കാണുന്നുണ്ടായി. അദ്ദേഹം വലിയ മാരക നടനൊന്നുമല്ല ഇന്ത്യയിലെ, ഞാൻ അതിന്റെ ഒരു ഫാനും ഒന്നുമില്ല. കൊള്ളാവുന്ന സിനിമകളൊക്കെ പോയി കാണും, നല്ല സിനിമയാണെങ്കിൽ നമ്മൾ ആസ്വദിക്കും, അല്ലാത്ത മോശം പടങ്ങളും നല്ല സിനിമകളും പുള്ളി ഇറക്കാറുണ്ട്. അതിൽ ആ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു അച്ഛനെ കൂട്ടിയാണ് പറഞ്ഞത്. എന്റെ അച്ഛൻ ഭയങ്കര അറിവുള്ള ഒരാളാണ് പുള്ളി പറയാണ്. സ്വന്തം അച്ഛനെ കുറിച്ച് മോനൊരു ഇന്റർവ്യൂവിൽ എനിക്കത് മനോരമ എൻക്ലേവ് ആണെന്ന് തോന്നുന്നു, അതിലാണ് പുള്ളി ഇരിക്കും തോന്നുന്നു. അതിൽ പുള്ളി ഇരുന്ന് പറയുന്നു, ഒരു പരിധി കൂടുതൽ എന്റെ അച്ഛൻ നല്ലപോലെ വായിക്കും. ധ്യാൻ ശ്രീ പറയണം, നല്ല ഒരു തിരക്കഥാകൃത്താണ്, നല്ലൊരു കലാകാരനുമാണ്. പക്ഷെ അച്ഛൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒരു അഹങ്കാരം വന്നോ എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് പോയി, നിന്റെ അച്ഛനോടുകൊണ്ടല്ലേ നീ സിനിമയെ വന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് എപ്പോഴും അതിനകത്തൊക്കെ ഒരു ഇതുണ്ട്. ഈ പറഞ്ഞ നമുക്ക് ഇപ്പം സാധാരണക്കാരന് ഒരു ചാൻസ് വേണേൽ നമ്മൾ 100 വീട് തരേണ്ടി വരും, 100 ആൾക്കാരെ പോയി കാണും. സ്വാഭാവികം സിനിമ ഇൻഡസ്ട്രിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഡസ്ട്രിയിൽ കയറി പറ്റാൻ കുറച്ചുകൂടി ഈസി വാക്ക് ഓവറാണ്. അതായത് ആ പുള്ളി പറയുന്ന ചില പോയിന്റുകൾ എനിക്ക് തോന്നുന്നു ശരിയല്ലേ. ഞാനിങ്ങനെ 2-3 ദിവസം വീഡിയോ എടുത്ത് ഞാൻ കണ്ടു. ആ പുള്ളി പറഞ്ഞത് തന്നെ ഈ പറയുന്ന ഒത്തിരി വായിച്ചെന്നോ ഒത്തിരി എഴുതിയെന്നോ വെച്ച് ഭയങ്കര അറിവുള്ള വ്യക്തിയാണെന്നില്ല. ചിലപ്പം വളരെ ചുരുക്കമായിട്ട് ഒന്നുമില്ല, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരെ വീഡിയോ ഒക്കെ ഉണ്ട്, സാധാ കൂലിപ്പണിക്ക് പോകുന്നത്. ഇവര് പറയുന്നതിനേക്കാൾ വളരെ കൺവിൻസിംഗ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഫാക്ട് വെച്ച് പോയിന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലത് കാണാൻ പറ്റും. നമ്മൾ അത്ഭുതപ്പെടുത്തിക്കളെ അവര്. എന്നാൽ അവരുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആയിരിക്കും. അപ്പൊ കൂടുതൽ വായിക്കുക, ഉന്നത വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ പൂർണ്ണ ഇതാവില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷര സംസ്ഥാനങ്ങളെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദാരിദ്ര്യം ഉള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യ വിട്ട് പോകുന്നതിന്റെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും മലയാളികളാണ്. എന്തുകൊണ്ട് ഇവിടെ ഒരു സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഒരു സ്റ്റാർട്ടപ്പും ഒരു ഓൺട്രപ്രണറും ഉണ്ടാകാൻ ബുദ്ധിമുട്ടുന്നു? അപ്പൊ നമ്മൾ സ്വയമായിട്ട് അതിനെ വിലയിരുത്തണം. നന്നായി നമ്മൾ കാട് കയറി സംസാരിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് പോയിന്റ് വെച്ച് പറയാം. നമ്പർ 1. നമ്പർ 2, ചന്തു ഉണ്ടോ അവിടെ? ചന്തു, തലക്കൽ, രമ്യ, ആരാ ഉള്ളെ? ഞാനുണ്ട്. എല്ലാരും ഉറങ്ങിയോ? അതോ ഞാനുണ്ട്. ആ രമ്യ എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത്? എന്തായിരുന്നു മെയിൻ പോയിന്റ്?
നമ്മള് ഇന്ന് സംസാരിച്ചത് മൊത്തം ആ ഒരു ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ട്, സോറി, ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഗണപതി ഹോമത്തിനെ ഇത് ചെയ്തത്. ആ അതുമായി ഓക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നാൽ അതിന് ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാം, എന്താ കുഴപ്പമില്ല. അപ്പൊ ഈ ഹിന്ദുക്കൾക്ക് ഇവിടെ വാസ്തവം പറഞ്ഞാൽ പൂജ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അവർക്കൊരു അമ്പലം കൊണ്ട് നടത്താനുള്ള അധികാരമില്ല. അതെല്ലാം ഗവൺമെന്റാ ചെയ്യണേ. പിന്നെ അങ്ങനെ പോണ വഴിക്ക് നിങ്ങൾ കയറി നിന്ന് കാണാമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിവിടെ ചെയ്യാൻ പറ്റിയത് രണ്ട് മൂന്നോ മൈനോറിറ്റീസാണ് ഈ അവസരങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ അഹങ്കാരത്തോടു കൂടിയിട്ട് ഒരു സ്കൂളിനകത്ത് കയറി ഗണപതി ഹോമം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മതിക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ടാണ് അവർ വന്ന് നിങ്ങളെ തല്ലി ഓടിച്ചത്. അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, അവരെ ഉപദ്രവിക്കരുത്. അവർക്ക് പെട്ടെന്ന് പ്രകോപിതരാകും, അവർ വരും, തല്ലും, നമ്മൾ വാങ്ങേണ്ടിയും വരും. അപ്പൊ അത് വരണ്ട എങ്കിൽ ഇത്തവണ കൂടെ BJP ജയിപ്പിക്കുക. എന്നാൽ പിന്നെ മോഡിജി അതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് വരുത്തും. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും പ്രാർത്ഥിക്കാം, ഹിന്ദുക്കൾക്കും മതപാഠശാല നടത്താം. ഈ ഇരിക്കുന്ന അമ്പലങ്ങളെല്ലാം ഹിന്ദുക്കൾ തന്നെ നോക്കിക്കോളും എന്നുള്ള സ്റ്റേജിൽ കൊണ്ടുവരും. അപ്പൊ അത് വരുന്നവരെ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് പോയി വോട്ട് ചെയ്യുക BJP. ഞാൻ എനിക്ക് പറയാനുള്ളത്. സൂപ്പർ. ഏ, ആരെങ്കിലും ഉണ്ടോ ഇനി സംസാരിക്കാൻ? ആരുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. സുപ്രഭാത് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് നെഞ്ചിട്ട് നമുക്ക് റൂം ക്ലോസ് ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ക്ലോസ് ചെയ്യാം. ഓക്കെ, ആരുമില്ലാത്ത സ്ഥിതിക്ക് റൂം ക്ലോസ് ചെയ്യാം. ശരി, അപ്പം നമ്മുടെ ഈ നമസ്തേ കേരളം രാവിലെ 7 മുതൽ 10 വരെയാണ് ടൈം. എല്ലാവർക്കും വരാം, സംസാരിക്കാം. നമ്മുടെ രാഷ്ട്ര കാര്യങ്ങളെ കുറിച്ചിട്ടും ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ ഒരു വേദിയായി ഉപയോഗിക്കുക. പിന്നെ ഇന്ന് സ്പീക്കർ പാനലിൽ എത്തിയവർക്കും അതുപോലെ തന്നെ കേട്ടിരുന്നവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ റൂം ക്ലോസ് ചെയ്യുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി റൂം ക്ലോസ് ചെയ്യുന്നു. താങ്ക് യു ഓൾ ഓഫ് യു.